അങ്ങനെ വലിയ പിണക്കങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാർക്കും എം.എൽ.എമാർക്കും ഇടയിൽ ഇപ്പോൾ ഇതാ പുതിയ ഒരു പടലപ്പിണക്കം രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് എല്ലാ മന്ത്രിമാർക്കും എം.എൽ.എമാർക്കും ഒക്കെ മുകളിൽ നവമാധ്യമങ്ങളിൽ കൃത്യമായി ഇടം നേടിയ കെ.ബി. ഗണേഷ് കുമാറിനെ അങ്ങനെ വളരാനൊന്നും അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ എം.എൽ.എ ആയ വി.കെ. പ്രശാന്ത്. കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് അങ്ങനെ അത്ര എളുപ്പമൊന്നും ആർക്കും കൊടുക്കണ്ട എന്നും ദിവസം 10-20 ലൈസൻസുകൾ മാത്രം ഇഷ്യൂ ചെയ്താൽ മതിയെന്നും വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അതൊക്കെ ശരിയാണ്, ഈ നാടിന് നല്ലതാണെന്നും സാധാരണക്കാരായ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം ഇടം കണ്ടെത്തുവാനും തൻ്റെതായ ഒരു പ്രഭ വർദ്ധിപ്പിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് കെ.ബി. ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള ചില നയങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ചില ഇടതുപക്ഷ പാളയങ്ങളിൽ സംസാരമുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് വൈദ്യുതീകരിച്ച ബസ്സുകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാദം. അതായത് ഇലക്ട്രിക് ബസ്സുകൾ സർക്കാരിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്, ഇലക്ട്രിക് ബസ് ഈ നാടിന് നല്ലതല്ല എന്ന തരത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത്. മലിനീകരണം ഒഴിവാക്കാം എന്ന ഒറ്റവാദം മാത്രമാണ് ഇലക്ട്രിക് ബസ്സിനുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പോകും എന്നുള്ള കാര്യം അവർക്ക് ഉണ്ടാക്കിയവർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം. ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താൽ മതി, ഇതിന് 1 കോടി രൂപ കൊടുക്കണം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ വണ്ടി കാണും. അതാകുമ്പോൾ മലയോര പ്രദേശം ഇതിപ്പം പൊന്മുടിക്കുവാൻ പറ്റുമോ? വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞാൻ അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ട്? ഇത് 10 രൂപ വാങ്ങിച്ച് മുന്നിൽ പോകുമ്പോൾ പഴയ KSRTC ബസ് പുറകെ പോകുന്നുണ്ട്. അതിന് ഈ 10 രൂപയുടെ റേറ്റല്ല, അതിൻ്റെ പുറകിൽ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെയും വയറ്റത്തടിച്ചു, ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റം. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിന്റെ വെൽഫെയർ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന മനുഷ്യനെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ളൊരു സർക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ 10 രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി ബസ് യാത്ര ഒരുക്കുമ്പോൾ അത് സർക്കാരിന് നഷ്ടമാണ് എന്ന് പറയുന്നു കെ.ബി. ഗണേഷ് കുമാർ. സർക്കാരിന് നഷ്ടം ഇലക്ട്രിസിറ്റി ബസ് വന്നതുകൊണ്ട് മാത്രമാണ്. ഇവിടെ കട്ടപ്പുറത്ത് കിടക്കുന്ന എത്രയെത്ര ഡീസൽ ബസ്സുകളുണ്ട്. അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങളെല്ലാം ശരിയാണ്. അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി പറയാൻ കഴിയില്ല എന്ന്. ഇവിടെ എത്രയോ ഡീസൽ ബസ്സുകൾ വഴിയിൽ കിടക്കുന്നു, ഇലക്ട്രിസിറ്റി ബസ്സുകൾ അങ്ങനെ വഴിയിൽ കിടക്കുന്നതായി കണ്ടിട്ടില്ല. ഇവിടുത്തെ ഡീസൽ ബസ്സുകൾ കിടക്കുന്നതിൻ്റെ 1/3 പോലും ഇലക്ട്രിസിറ്റി ബസ്സുകളൊന്നും വഴിയിൽ കിടക്കുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് മലയോര പ്രദേശത്തുള്ളവർക്ക് ഈ വാഹനത്തിലേക്ക് കയറാൻ സാധിക്കുന്നില്ല, മലയോര പ്രദേശത്തുള്ളവർക്കൊന്നും ഇതുകൊണ്ട് ഉപയോഗമില്ല എന്ന തരത്തിലേക്കൊരു വാദം ഉന്നയിക്കുന്നു. ഇത് തിരുവനന്തപുരം നഗരം ഒരു വൈദ്യുതീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കണ്ട തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോഴും നടന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനത്തിന്റെ ആദ്യ ചുവട് എന്ന തരത്തിൽ കാണാതെ മലയോര പ്രദേശത്തൊക്കെ ബസ് കയറുമോ എന്നുള്ളത് തീർത്തും അപക്വമായ ചില ചോദ്യങ്ങളാണ്. പിന്നീട് അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡീസൽ വണ്ടി വാങ്ങാൻ 24 ലക്ഷം രൂപയാകുന്നുള്ളൂ, പക്ഷേ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ 1 കോടി രൂപയാകുന്നുവെന്ന്. ഇത് പറയുന്നത് പണ്ട് അച്ഛനോടൊപ്പം വിദേശ യാത്രയ്ക്ക് പോയപ്പോൾ അവിടെ നൂതന സാങ്കേതിക വിദ്യയുള്ള ബസ്സുകൾ കണ്ടത് നാട്ടിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട കെ.ബി. ഗണേഷ് കുമാറാണെന്ന് ഓർക്കണം. പിന്നീട് അദ്ദേഹം പറയുന്നു 10 രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി ബസ് ഓടുമ്പോൾ അതിന്റെ പിറകെ അത്ര തന്നെ ദൂരത്തിൽ ഓടുന്ന ഡീസൽ വണ്ടിയിൽ വാങ്ങുന്നത് അതിനേക്കാൾ കൂടുതൽ രൂപയാണ്. അതിന്റെ പിന്നിൽ പ്രൈവറ്റ് ബസ്സുകൾ നഷ്ടത്തിലോടുന്നു, അതിൻ്റെയും പിന്നിൽ ഓട്ടോക്കാർ നഷ്ടത്തിൽ വരുന്നു. ഇവിടെ ഒന്നാമത്തെ വിഷയം, 10 രൂപയ്ക്ക് ബസ് ഓടുമ്പോൾ അതേ ദൂരം തന്നെ ഓടുന്ന ഡീസൽ ബസ്സിന് അതിനേക്കാൾ കൂടുതൽ പൈസയാകുന്നു. അതായത് ഇലക്ട്രിസിറ്റി ബസ് ഇല്ലാതിരുന്ന സമയത്ത് ഇവിടുത്തെ ഡീസൽ ബസ്സുകൾ വളരെ ലാഭത്തിൽ ഓടിയെന്നാണോ ഗണേഷ് കുമാർ പറയുന്നത്? അതോ ഡീസൽ വണ്ടികളെല്ലാം കട്ടപ്പുറത്തിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് എന്നാണോ? അല്ല, തീർച്ചയായും അല്ല. ഇലക്ട്രിക് ബസ് വന്നതോടുകൂടി സർക്കാരിനും ലാഭം ഉണ്ടായിട്ടുണ്ട്, സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുവാനും സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോകേണ്ട 10 രൂപ ബസ് ഒഴിവാക്കിക്കൊണ്ടല്ല. കേരളം ഈടാക്കുന്ന ഇന്ധനത്തിന് ടാക്സ് കുറയ്ക്കണം, കേന്ദ്രത്തോട് അത് കുറയ്ക്കുവാൻ വേണ്ടി ആവശ്യപ്പെടണം, കുറഞ്ഞ വിലയിൽ കൂടുതൽ മെച്ചപ്പെട്ട സജ്ജീകരണങ്ങൾ ഒരുക്കണം. അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഗതാഗതത്തെ മെച്ചപ്പെടുത്തുവാൻ. അപ്പോൾ ഇതൊന്നുമല്ല, താൻ പറയുന്നതിനെല്ലാം സാധാരണക്കാരായ ജനങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് കൈയടിക്കുമെന്ന് കരുതിയിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ അതിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് വി.കെ. പ്രശാന്ത് നടത്തിയതെന്ന് പറയാം.
അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കൃത്യമായി പറയുന്നുമുണ്ട്. നഗരത്തെ സോളാർവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി ചാർജ് കുറച്ചുകൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും സാധാരണക്കാരനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത് ആരംഭിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്വന്തം പബ്ലിസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കെ വി ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി എത്തുന്നത് എന്നത് അടിവരയിട്ട് പറയുവാനും സാധിക്കും. പത്തനാപുരത്ത് താൻ എല്ലാ കാലത്തും ജയിക്കും, തനിക്കൊരു പാർട്ടിയുടെയും പിൻബലം വേണ്ട എന്ന ഒരു ഉള്ളിലെ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് എന്തും പറയുന്നത് ശരിയല്ല.